ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1191 ആണ്ട് കർക്കിടക മാസം 31 തീയതി, അതായത് 2016 ഓഗസ്റ്റ് മാസം 15 തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് നക്ഷത്രം 45 നാഴിക പൂരാടവും ബാക്കി ഉത്രാടവുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള 45 വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള നമുക്കൊക്കെ ഏറെ ആരാധ്യനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഗ്രഹങ്ങളിലുണ്ടായ വ്യതിയാനം രാശിക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇന്ന് കന്നിരാശിയിലേക്ക് നമുക്ക് അവരുടെ മാറ്റം എങ്ങനെയുണ്ട്? കന്നിരാശിയിലുള്ള നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു വർഷത്തേക്ക് ശരാശരി എന്ത് സംഭവിക്കുന്നു? തീർച്ചയായും. അതായത് ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗം 45 നാഴികയും അത്തം നക്ഷത്രവും ചിത്തിര ആദ്യ പകുതി ചേരുന്ന 30 നാഴികയും ചേരുന്ന 2.25 നക്ഷത്രം അടങ്ങുന്നതാണ് കന്നി രാശി, അല്ലെ കന്നിക്കൂറ് എന്ന് പറയുന്നത്. കന്നിക്കൂറുകാർക്ക് ഇപ്പോൾ 12-ൽ വ്യാഴം നിന്നിട്ട് ആഗസ്റ്റ് മാസം 11 തീയതി മുതൽ ലഗ്നവ്യാഴത്തിലേക്ക് കടക്കുകയാണ്. ധരിച്ച രാശിയിൽ വ്യാഴഗ്രഹം ചാരവശാൽ സഞ്ചരിക്കുന്ന കാലം ലഗ്നവ്യാഴം എന്നും 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം 12ാമത്തെ വ്യാഴമെന്നും 2ാം രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം 2-ൽ വ്യാഴം അല്ലെ ധനം വാക്ക് പ്രവൃത്തി സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന വ്യാഴമെന്നും 3ാം രാശിയിലേക്ക് വരുമ്പം സഹോദര വ്യാഴമെന്നും 4ാം രാശിയിലേക്ക് വരുമ്പം മാതൃവ്യാഴമെന്നും അങ്ങനെ 5, 6, 7, 8, 9, 10, 11, 12 ഇങ്ങനെ 12 രാശികളിലായി വ്യാഴഗ്രഹം ഓരോ വർഷം തോറും സംക്രമിച്ച് അല്ലെങ്കിൽ ഒരു വർഷം വീതം ഭരിച്ച് ഓരോ രാശി പിന്നിടും. അങ്ങനെ 12 വർഷം 12 രാശികളിലായി പ്രദക്ഷിണം വെച്ച് കഴിയുമ്പോൾ 12 കൊല്ലം എന്ന് പഴമക്കാരും ജ്യോതിഷന്മാരും പറയുന്ന 12 കൊല്ലം ഈ വ്യാഴഗ്രഹം ഒരു രാശിയിൽ നിന്ന് മാറി 12 രാശികളിൽ ഭ്രമണപഥം നടത്തുന്നതിനെയാണ് 12 കൊല്ലം അല്ലെ 12 വ്യാഴം എന്ന് പറയുന്നത്. കന്നിക്കൂറുകാരായ ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതിക്കാർക്ക് ലഗ്നവ്യാഴമാണ്. അതായത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് സാമ്പത്തികപരമായ അധിക ചെലവും ശാരീരികപരമായ അസ്വാസ്ഥ്യങ്ങളും സ്വന്തം ബന്ധുജനങ്ങളാൽ സ്വല്പം വിരോധങ്ങളോ പരിഭവങ്ങളോ അതുപോലെ തന്നെ സ്നേഹബന്ധത്തിൽ ഇരുന്നിരുന്ന കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ ആയിട്ട് സ്വല്പം അകന്നു കഴിയുവാനും അതുപോലെ തന്നെ അരോഗതടകാത്തരായിട്ടിരുന്നവർക്ക് ഏതെങ്കിലും ഒടിവ് ചതവ് മുറിവ് പൊള്ളൽ ശസ്ത്രക്രിയ ഒടിവോ ചതവോ മുറിവോ പൊള്ളലോ ഓപ്പറേഷനോ അല്ലെങ്കിൽ ദീർഘകാലം ഔഷധം കഴിക്കേണ്ടതായ രോഗങ്ങൾ കടന്നാക്രമിക്കാനോ സാധ്യതയുണ്ട്. സാമ്പത്തികപരമായിട്ട് കടബാധ്യതയോ കടപ്പാടോ വന്നു ചേരുന്ന ഒരു കാലമാണ്. ഉദ്യോഗ സംബന്ധമായിട്ട് വിട്ടുനിൽക്കുകയോ പനിഷ്മെൻറ്റ് ട്രാൻസ്ഫറോ അധികാരികളുടെ നീരസം കൊണ്ട് സസ്പെൻഷൻ ഡിസ്മിസ് മുതലായത് വരികയോ ഇതൊന്നുമല്ലാകിലും അതത്രമാത്രം കിട്ടുന്ന ശമ്പളങ്ങൾ കൊണ്ട് തികയാതെ വരികയും അതുപോലെ തന്നെ കടബാധ്യതകളിലേക്ക് വീണ്ടും വരികയും ചെയ്യും. വസ്തുവോ വീടോ വാഹനമോ എക്സ്റ്റൻഷനോ 2ാം നിലയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗ്രഹം മോടി പിടിപ്പിക്കുന്നതിനോ വാഹനം പുതുക്കുന്നതിനോ സ്ഥാപനം പുതുക്കുന്നതിനോ പുതിയ ബിസിനസ് ചെയ്യുന്നതിനോ ഒക്കെ വേണ്ടി പണം മുടക്കുകയും അതിൽ നിന്ന് ഉദ്ദേശിച്ച ലാഭങ്ങൾ കിട്ടാതെ വരികയും ഉദ്ദേശിച്ച പോലെ അത് നടത്തിക്കൊണ്ടുപോകാൻ വയ്യാതെ വരികയും ഉദ്ദേശിച്ച സമയത്ത് അവസാനിപ്പിക്കാൻ വയ്യാതെ വരികയും ഉദ്ദേശിച്ച ലാഭങ്ങൾ കിട്ടാതെ വരികയും ചെയ്യുന്നത് കൊണ്ട് ലഗ്നേഷു വ്യാഴ ലഗ്നത്തിലെ വ്യാഴം കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഒരു കാര്യവും നടക്കാതെ അസന്ദിഗ്ധമായിട്ട് മുന്നോട്ട് പോകുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും ഒരു കാലം കൂടെ കാത്തിരിക്കേണ്ടതായിട്ട് വരിക. ടെസ്റ്റ് ഇൻ്റർവ്യൂ മുതലായത് പാസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ ആ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ഒരു കൊല്ലം കൂടെ കഴിയുക. അവർക്കൊക്കെ 2017 ആഗസ്റ്റിന് ശേഷം അപ്പോയിൻമെൻറ്റ് ലഭിക്കുവാനും ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഈ പനിഷ്മെൻറ്റ് ട്രാൻസ്ഫറും അല്ലെങ്കിൽ മെഡിക്കൽ ലീവ് ലോങ് ആബ്സൻസ് മുതലായതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു അപ്പർ ഗ്രേഡ് കിട്ടാനുള്ള യോഗം വരുന്ന വർഷം ഉണ്ടാവും. ഈ വർഷം തൊഴിലിൽ വളരെയധികം സൂക്ഷിക്കണം. അതുപോലെ തന്നെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യപ്പെട്ട് അല്ലെങ്കിൽ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞവർക്ക് ഏതെങ്കിലും കാരണവശാൽ വിവാഹ തടസ്സം അല്ലെങ്കിൽ സ്വന്തക്കാരും ബന്ധക്കാരും മുഖാന്തരം ബന്ധത്തിന് എന്തെങ്കിലും വിള്ളലുകൾ ഉണ്ടാക്കി വെക്കുക. അതുപോലെ ഡെപ്പോസിറ്റൊക്കെ ചെയ്യാം എന്ന് മനപ്പായസം കാണുന്നവരല്ല ഈ സമയത്ത്
ഇതൊന്നും നടക്കാൻ സാധ്യതയില്ല. പകരം വേറെ ഏതെങ്കിലും തരത്തിൽ ഈ പണച്ചെലവ് വരും. കല്യാണമൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. നിശ്ചയിച്ച് വെച്ചത് നീട്ടിക്കൊണ്ടുപോകും. വെച്ച് നീട്ടുന്നത് തടസ്സപ്പെടും. അതുപോലെ സഹായഹസ്തങ്ങൾ നഷ്ടപ്പെടും. ആരിൽ നിന്ന് സഹായം വേണ്ടുപോൽ അവർ തന്നെ ഉപദ്രവമേകിടും. സഹായിക്കും, അല്ലെ സഹായിച്ചേ പറ്റൂ, അല്ലെ സഹായിക്കാൻ സാധ്യതയുണ്ട്, അല്ലെ സഹായിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്ന് വിചാരിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ശത്രുതാ മനോഭാവത്തോടു കൂടി കാണേണ്ട, അല്ലെ നിസ്സഹായാവസ്ഥയിൽ വരുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഈ കന്നിക്കൂറുകാർക്ക് പെട്ടെന്ന് ഒരു പുതിയ തീരുമാനത്തിലേക്ക് എടുത്ത് ചാടാതിരിക്കുന്നതാണ് ഇപ്പം നല്ലത്. ഉള്ളത് തന്നെ പൊടി തട്ടി മിനുക്കി ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുക. വലിയൊരു അഭിവൃദ്ധിയിലേക്കോ അല്ലെ പെട്ടെന്നൊരു മംഗളകർമ്മത്തിലേക്കോ അല്ലെങ്കിൽ ഒരു അല്ലെ എക്സ്റ്റൻഷൻ, ഒരു വാഹനം, ഇങ്ങനെയുള്ള കൂടുതൽ പണച്ചെലവ് വരുന്ന കാര്യങ്ങളിൽ നിന്ന് പലവട്ടം പിന്തിരിഞ്ഞ് നോക്കി നടക്കും എന്ന് ബോധ്യം വന്ന് അതിന് വേണ്ട സമ്പത്തുകളും ബാക്കി കാര്യങ്ങളുമൊക്കെ ഓക്കെ എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇറങ്ങിത്തിരിക്കാവുള്ളൂ. എന്നാൽ തന്നെ തടസ്സങ്ങൾ വരും എന്നാണ്. ഒരു കാര്യത്തിന് പല തടസ്സങ്ങളിലൂടെയേ ആ കാര്യം സാധിക്കുകയുള്ളൂ. അതായത് 100 രൂപ മുടക്കി നടക്കേണ്ട കാര്യങ്ങൾ 1000 രൂപ മുടക്കിയിരുന്നാലും ആ കാര്യം നടക്കാൻ ബുദ്ധിമുട്ടും പണച്ചെലവ് കൂടുകയും അഥവാ ആ കാര്യം നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരാത്മസംതൃപ്തി ഇല്ലാതെ വരികയും ചെയ്യും. ജനുവരി മാസം മുതലാണ് ഈ രാശിക്കാർക്ക് കൂടുതൽ ദോഷഫലങ്ങൾ വരുന്നത്. കാരണം സഹോദരസ്ഥാനത്ത് നിൽക്കുന്ന ശനി മാതൃസ്ഥാനത്തേക്ക്, അതായത് കണ്ടകസ്ഥാനത്തേക്ക് രൂപാന്തരപ്പെടുന്നു. അതായത് കണ്ടകശനി ജനിച്ച രാശിയുടെ 4ാം രാശിയിൽ ശനി അടുത്ത 2.5 കൊല്ലത്തേക്കിന് പ്രവേശിക്കുകയാണ്. അത് വളരെയധികം ദോഷമാണ്. മാതാവിനും മാതൃവഴി ബന്ധുക്കൾക്കും സന്താനങ്ങൾക്കും കുടുംബം, വസ്തു, വാഹനം, സ്ഥാപനം എന്നിവ മൂലം നിയമപരമായ കുഴപ്പങ്ങളോ രോഗാതി ദുരിതങ്ങളോ ഭാരിച്ച സാമ്പത്തിക ചെലവുകളോ ഉണ്ടാവും. വ്യാഴാഴ്ച ഒരിക്കലും ശനിയാഴ്ച ഒരിക്കലും എടുത്ത് യഥാശക്തി വഴിപാടുകളും പുണ്യപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ശാസ്ത്ര ശിവക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം, നെയ്വിളക്ക് മുതലായവ കത്തിച്ച് അടുത്ത 2.5 വർഷത്തേക്കിന് മുന്നോട്ട് പോകുക. കാഠിന്യങ്ങൾ കുറയും. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം ഉപവസിക്കുക. ദേവാനാം ജക്ഷീണാഞ്ച ഗുരുങ്കാഞ്ജന സന്നിഭം ബുദ്ധിബോധം പ്രലോകേശം തങ്കുരും പ്രണതോസ്മികം. അങ്ങനെ ഈ പ്രപഞ്ചനായകനായ ഗുരുവിനെ വ്യാഴാഴ്ച തോറും വന്ദിക്കുക. അതുപോലെ തന്നെ കഴിവതും മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക. ഒരു കർത്തീഫെങ്കിലും കരുതുക, മഞ്ഞ. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന് മഞ്ഞപ്പട്ട് ദാനം ചെയ്യുക. കഴിയുമെങ്കിൽ പുഷ്യരാഗരത്നം, മഞ്ഞ പുഷ്യരാഗരത്നം ഒരു വർഷത്തേക്കിന് ധരിക്കുക. അതുപോലെ നീരാഞ്ജനം ശനിയാഴ്ച തോറും ശിവങ്കല ശാസ്താവെങ്കിലൊക്കെ നടത്തി വരിക ഇത്യാദികളും. അതുപോലെ ജാതകത്തിൽ വളരെ ദോഷകരമായിട്ട് നിൽക്കുന്ന കേമദ്രവം, അതുപോലെ തന്നെ കാളസർപ്പം, ഇങ്ങനെ ദോഷമുള്ളവർ വിശദമായിട്ട് പരിശോധിച്ചിട്ട് അതിനുള്ള പ്രതിവിധികൾ, പൂജാവിധികളോ ഹോമവിധികളോ യന്ത്രവിധികളോ ഒക്കെ ചെയ്യുന്നതും നന്നായിരിക്കും. പൊതുവെ ഈ രാശിക്കാർ വളരെയധികം സൂക്ഷിച്ചിരിക്കേണ്ടതാണ്. ജാതകത്തിൽ വ്യാഴം ശനി ഗുണകരമായി നിൽക്കുന്നവർക്ക് അധികം സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ദോഷകരമായി നിൽക്കുന്നവർക്ക് ഈ ഒരു വർഷം, പ്രത്യേകിച്ച് 2.5 വർഷത്തിൽ 1 വർഷം ഏറ്റവും ദോഷകരമായിരിക്കും. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം